നമസ്കാരം. യൂണിറ്റ് 3ലേക്ക് കടക്കാം. ഈ യൂണിറ്റിൽ പുരോഗമനവാദി കവി നാഗാർജുന്റെ കവിത അകാൽ ഓർ ഉസ്കെ ബാദ്, നോവൽ ചക്രവർത്തിയായ പ്രേംചന്ദിന്റെ ഠാക്കൂർ കാ കുവാം എന്ന കഥയും കൂടാതെ ആനന്ദ് ഗംഗോലിന്റെ ഏക് ധാൽ ചാന്ദ് ഭര എന്ന ഒരു ചെറിയ കഥയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടി 72 വർഷം പിന്നിടുമ്പോഴും നമ്മുടെ രാജ്യത്തെ കോടിക്കണക്കിന് ആളുകൾ ദാരിദ്ര്യം, ജാതി വ്യവസ്ഥ, നിരക്ഷരത, ചൂഷണം എന്നിവയുടെ ഇരകളാണ്. പിന്നോക്കം പോയ അവർക്ക് സഹായം ചെയ്യേണ്ടതും അടിസ്ഥാന ആവശ്യങ്ങൾ പ്രദാനം ചെയ്യേണ്ടത് നമ്മുടെ കർത്തവ്യവുമാണെന്ന് ഈ പാഠഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അകാൽ ഓർ ഉസ്കെ ബാദ്, ക്ഷാമകാലവും അതിനുശേഷവും. ക്ഷാമകാലത്തെ ഇല്ലായ്മയും അതിനുശേഷം വരുന്ന സന്തോഷകരമായ അവസ്ഥയുമാണ് ഈ കവിതയിൽ ചിത്രീകരിക്കുന്നത്. പാഠഭാഗത്തിലേക്ക് കടക്കാം. ഇക്കായി 3 തുടങ്ങുന്നത് ഒരു ചിത്രത്തോടു കൂടിയാണ്. ഇവിടുത്തെ ഒരു വാചകം നോക്കാം. ഹരേക് സഫി കേലിയെ, ഓരോന്നും എല്ലാവർക്കും വേണ്ടി. സബ് ഹരേക് കേലിയെ, എല്ലാം ഓരോരുത്തർക്കും വേണ്ടി. സുനേം, പ്രകൃതി കി പുകാർ, പ്രകൃതിയുടെ വിളി കേൾക്കാം. പ്രകൃതി ഹമാരി മാം ഹേ, പ്രകൃതി നമ്മുടെ മാതാവാണ്. ഹമേം വഹ് പ്യാർ സെ പാൽത്തി ഹേ, ആ അമ്മ നമ്മെ സ്നേഹത്തോടെ പരിപാലിക്കുന്നു. ഹം സബ് ആപസ് മേം പ്യാർ കർക്കെ യഹാം രഹ്തേ ഹൈ, നാം എല്ലാവരും പരസ്പര സ്നേഹത്തോടെ ഇവിടെ ജീവിക്കുന്നു. പ്രകൃതി കി ഗോദ് മേം മിൽ ജുൽ കർ രഹ്നെ വാലെ ജീവ ജന്തുവോ കി ഖുഷി കാ ചിത്ര ഹേ യഹ, പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒത്തൊരുമയോടെ ജീവിക്കുന്ന ജീവജാലങ്ങളുടെ സന്തോഷത്തിന്റെ ചിത്രമാണ് ഇവിടെ. പുരോഗമനവാദി കവി നാഗാർജുനെ പരിചയപ്പെടാം. നാഗാർജുൻ, ജന്മ 30 ജൂൺ 1911, ബീഹാർ. मृत्यु 5 नवंबर 1998. अब हिंदी के പ്രഗതിശീൽ സാഹിത്യകാർ ഹേ, ഹിന്ദിയിലെ പുരോഗമന ചിന്താധാരയിലുള്ള സാഹിത്യകാരനാണ് അദ്ദേഹം. आपने हिंदी के अलावा मैथिली, संस्कृत और बंगाल में ही രചനായേം की है, ഹിന്ദി കൂടാതെ മൈഥിലി, സംസ്കൃതം, ബംഗാളി എന്നീ ഭാഷകളിലും രചനകൾ നടത്തിയിട്ടുണ്ട്. लोक जीवन, प्रकृति और समकालीन राजनीति आपकी रचनाओं के मुख्य विषय रहे हैं. ജനജീവിതം, പ്രകൃതി, സമകാലീന രാഷ്ട്രീയം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ കൃതികളുടെ മുഖ്യ വിഷയങ്ങളായിരുന്നു. യുഗധാര, പാസി പതരായി ആഖേം, സതരംഗി, പങ്കോം വാലി, താലാബ് കി മछलियां ആദി ആപ്കി പ്രമുഖ കാവ്യ കൃതിയാം ഹൈ, ഇവയെല്ലാം പ്രസിദ്ധങ്ങളായ അദ്ദേഹത്തിന്റെ കാവ്യരചനകളാണ്. കവിതയുടെ സാരാംശം നോക്കാം. ഈ കൊച്ചു കവിതയിൽ ആദ്യത്തെ 4 വരികളിൽ ക്ഷാമകാലത്തിന്റെ ചിത്രവും തുടർന്നുള്ള 4 വരികളിൽ ക്ഷാമകാലത്തിന് ശേഷവുമുള്ള ചിത്രവുമാണ് കാണാൻ കഴിയുന്നത്. ആദ്യത്തെ 4 വരികളിൽ ലളിതമായ ഏതാനും വാക്കുകളിൽ ക്ഷാമകാലത്തെ അവസ്ഥ വർണ്ണിച്ചിരിക്കുന്നു. ആ വരികളിൽ ഒരിടത്തും കഥാപാത്രങ്ങളായി മനുഷ്യർ പ്രത്യക്ഷപ്പെടുന്നില്ല. അടുപ്പ്, ആട്ടുകല്ല്, ഒറ്റക്കണ്ണുള്ള പട്ടി, എലികൾ, പല്ലികൾ തുടങ്ങിയ പ്രതീകങ്ങളാണ് കഥാപാത്രങ്ങൾ. ഭക്ഷ്യവസ്തുക്കളുടെ ദൗർലഭ്യം മൂലം ദിവസങ്ങളായി അടുപ്പിൽ തീ പുകയുന്നില്ല. തിരികല്ലും ഉപയോഗശൂന്യമായിട്ട് നാളുകളായി. ഇവയ്ക്ക് സമീപത്തായി പ്രതീക്ഷയോടെ കാത്തുകിടന്ന ഒറ്റക്കണ്ണുള്ള പട്ടി അവസാനം ഉറങ്ങിപ്പോകുന്നു. വിശപ്പു സഹിക്കാനാവാതെ പല്ലികൾ അങ്ങുമിങ്ങും ഓടുന്നു. എലികളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ഈ വരികളിലൂടെ സാധാരണ കർഷകന്റെ ഇല്ലായ്മകൾ, വിശപ്പ്, നിസ്സഹായാവസ്ഥ എന്നിവയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. തുടർന്നു വരുന്ന വരികളിൽ പറയുന്നത്
നാളുകൾ നീണ്ട പട്ടിണിക്ക് ശേഷം വീടുകളിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തുന്നു, അടുപ്പിൽ തീ കത്തിക്കുന്നു, ചിമ്മിനിയിലൂടെ പുക വെളിയിലേക്ക് വരുന്നു. ഇതെല്ലാം കണ്ട് വീട്ടുകാരുടെ കണ്ണും മനസ്സും നിറയുന്നു. ചിറകുകൾ ചൊറിഞ്ഞുകൊണ്ട് കാക്കകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതായത് കവിതയിലുടനീളം ക്ഷാമകാലവുമായി ബന്ധപ്പെട്ട പട്ടിണി, വിശപ്പ്, യാതനകൾ എന്നിവയോടൊപ്പം ക്ഷാമകാലത്തിന് ശേഷം ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യതയും തുടർന്ന് വീടുകളിലെ സന്തോഷവും ബഹളവുമെല്ലാം ചുരുങ്ങിയ വാക്കുകളിലൂടെ മർമ്മസ്പർശിയായി ചിത്രീകരിച്ചിരിക്കുന്നു. ആദ്യത്തെ 4 വരികളിലെ പദങ്ങൾ നോക്കാം. ശേഷം മലയാള പരിഭാഷയിലേക്ക് കടക്കാം. അകാൽ ക്ഷാമകാലം, ബാദ് ശേഷം, ചൂൽഹ അടുപ്പ്, രോന കരയുക, ചക്കി തിരികല്ല് അരയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു തരം കല്ലാണിത്. ഉദാസ് മ്ലാനമായ, കാനി ഒറ്റക്കണ്ണുള്ള, കുതിയ പെൺപട്ടി, സോന ഉറങ്ങുക, ഭീത് ഭിത്തി, ചിപ്കലി പല്ലി, ഗസ്ത് കറങ്ങി നടപ്പ്, ശിഖസ്ത് ദുരവസ്ഥ. അകാൽ ഓർ ഉസ്കെ ബാദ് ക്ഷാമകാലവും അതിനുശേഷവും. കൈ ദിനോം തക്ക് ചൂൽഹാ രോയ, ചക്കി രഹി ഉദാസ് വളരെ നാളുകളോളം അടുപ്പ് കരഞ്ഞു, തിരികല്ലും സങ്കടപ്പെട്ടു. കൈ ദിനോം തക്ക് കാനി കുതിയ സോയി ഉൻകെ പാസ് വളരെ നാളുകളോളം ഒറ്റക്കണ്ണുള്ള പെണ്ണായ അവയ്ക്കരികിലുറങ്ങി. കൈ ദിനോം തക്ക് ലഗി ഫിത്ത് പർ ചിപ്കലിയോം കി ഗസ്ത് വളരെ നാളുകളോളം ഭിത്തിയിലൂടെ പല്ലികൾ കറങ്ങി നടന്നു. കൈ ദിനോം തക്ക് ചൂഹോം കി ഭി ഹാലത്ത് രഹി ശിഖസ്ത് വളരെ നാളുകളോളം എലികളും ദുരവസ്ഥയിലായിരുന്നു. അടുത്ത വരികളിലെ പദങ്ങൾ നോക്കാം. ദാന ധാന്യം, അന്തർ അകത്ത്, ധുവാം പുക, ആംഗൻ മുറ്റം, ചമക് ഉഠന തിളങ്ങുക, കൗവ കാക്ക, കുജിലാന ചൊറിയുക, പാങ്കേം ചിറകുകൾ. ദാനെ ആയേ ഘർ കെ അന്തർ കൈ ദിനോം കെ ബാദ് വളരെ നാളുകൾക്ക് ശേഷം വീട്ടിനുള്ളിൽ ധാന്യങ്ങൾ വന്നു. ധുവാം ഉഠ ആംഗൻ സെ ഊപ്പർ കൈ ദിനോം കെ ബാദ് വളരെ നാളുകൾക്ക് ശേഷം മുറ്റത്തിനു മുകളിലേക്ക് പുക ഉയർന്നു. ചമക് ഉഠീം ഘർ ഭർ കി ആംഖേം കൈ ദിനോം കെ ബാദ് വളരെ നാളുകൾക്ക് ശേഷം വീട്ടിലേവരുടെയും കണ്ണുകൾ തിളങ്ങി. കൗയേ നെ കുജിലായി പാങ്കേ കൈ ദിനോം കെ ബാദ് വളരെ നാളുകൾക്ക് ശേഷം കാക്കകൾ ചിറകുകൾ ചൊറിഞ്ഞു. പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. പഠേം ഔർ ചർച്ച കരേം. കൈ ദിനോം തക്ക് ചൂൽഹാ രോയ, ചക്കി രഹി ഉദാസ്. കൈ ദിനോം തക്ക് കാനി കുതിയ സോയി ഉൻകെ പാസ്. चूल्हे का रोना और चक्की का उदास होना इसका मतलब क्या है? അടുപ്പിന്റെ കരച്ചിൽ, തിരികല്ല് ദുഃഖിതയായിരിക്കുക എന്നിവയുടെ ആശയമെന്ത്? अकाल के दिनों में घर में अनाज का एक दाना भी न था. ക്ഷാമകാലത്ത് വീട്ടിൽ ഒരു ധാന്യമണി പോലും ഉണ്ടായിരുന്നില്ല. इस भयानकता के कारण घर में चूल्हा जलाने की ആവശ്യകത ന ഥി. ഈ ഭയാനകത കാരണം വീട്ടിൽ അടുപ്പ് കത്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ജബ് ചൂൽഹ ബുച്ച രഹ്താ ഹെ തബ് വഹ് രോത്താ ഹുവാ ലഗ്താ ഹെ. അടുപ്പ് കത്താതിരിക്കുമ്പോൾ അത് കരയുന്നതായി തോന്നുന്നു. ഉസി പ്രകാർ ചക്കി മേം പീസ്നെ കെ ലിയേ ഭി ഘർ മേം കുച്ച് നഹീം. അതുപോലെ തിരികല്ലിൽ അരയ്ക്കുവാനും വീട്ടിൽ ഒന്നുമില്ലായിരുന്നു. ഇസ്ലിയെ ചക്കി ഭി ഉദാസ് രഹി. അതിനാൽ തിരികല്ല് ദുഃഖിതയായി കാണപ്പെട്ടു. കൈ ദിനോം തക് ലഗി ഭീത് പർ ചിപ്കലിയോം കി ഗസ്ത്. കൈ ദിനോം തക് ചൂഹോം കി ഭി ഹാലത് രഹി ശിഖസ്ത്. ये पंक्तियां किस हालत की ओर इशारा करती है? ഈ വരികൾ ഏതവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്?
ये पंक्तियां अकाल की दयनीय स्थिति की ओर इशारा करती है. ഈ വരികൾ ക്ഷാമകാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. घर में दीप न जलाने के कारण छोटे कीड़ों का होना असंभव था. വീട്ടിൽ വിളക്ക് കത്തിക്കാതിരുന്നതിനാൽ ചെറിയ പ്രാണികൾ ഉണ്ടായിരുന്നില്ല. इससे छिपकलियों परेशान होकर इधर उधर घूम रही थी. അതിനാൽ പല്ലികൾ അസ്വസ്ഥരായി ഉലാത്തി നടന്നിരുന്നു. घर में खाद्य वस्तु नहीं थी. വീട്ടിൽ ഭക്ഷ്യവസ്തുക്കൾ ഇല്ലായിരുന്നു. इसलिए चूहों की हालत भी बहुत दयनीय थी. അതിനാൽ എലികളുടെ അവസ്ഥയും വളരെ ദയനീയമായിരുന്നു. അടുത്തത് दाने आए घर के अंदर कई दिनों के बाद धुआं उठा आंगन से ऊपर कई दिनों के बाद. इन पंक्तियों से कवि क्या कहना चाहता है? ഈ വരികളിൽ കൂടി കവി എന്ത് വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു? अकाल के बाद घर में जो परिवर्तन हुए उनका चित्रण कवि यहाँ करते हैं. ക്ഷാമകാലത്തിന് ശേഷം വീട്ടിലുണ്ടായ മാറ്റങ്ങളാണ് കവി ഇവിടെ ചിത്രീകരിക്കുന്നത്. दाना आने पर घर के आंगन के ऊपर धुआं उठा. വീട്ടിൽ ധാന്യമെത്തിയപ്പോൾ വീടിന്റെ മുറ്റത്തിന് മുകളിൽ പുക ഉയർന്നു. रोता चूल्हा उदास पड़ी चक्की आदि में भी नया जीवन आ गया. അടുപ്പിനും തിരികല്ലിനുമെല്ലാം പുതുജീവൻ ലഭിച്ചു. എഹ് ഘർ മേം ഖാന പകാനെ കി ഓർ ഇഷാര കർത്തി ഹെ. ഇത് വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, കവിനെ അകാൽ കാ ചിത്रण किस प्रकार किया है? ചർച്ച കരേ. കവി ക്ഷാമകാലത്തെ എങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നു? ചർച്ച ചെയ്യുക. അകാൽ ക്ഷാമകാലം. ചൂൽഹേ കാ രോന അടുപ്പിന്റെ കരച്ചിൽ. ചക്കി കാ ഉദാസ് രഹന തിരികല്ല് ദുഃഖിതയായിരിക്കുന്നു. ഭീത് പർ ചിപ്കലിയോം കി ഗസ്ത് ഭിത്തിയിൽ പല്ലികളുടെ ഉലാത്തൽ. ശിഗസ്ത് ഹാലത് വാലെ ചൂഹേ ദുരവസ്ഥയായ എലികൾ. അടുത്ത ചോദ്യം, കവിനെ അകാൽ കെ ബാദ് കി ഹാലത് കാ ചിത്रण किस प्रकार किया है? ചർച്ച കരേ. ക്ഷാമകാലത്തിന് ശേഷമുള്ള അവസ്ഥ കവി എങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നു? ചർച്ച ചെയ്യുക. അകാൽ കെ ബാദ് ക്ഷാമകാലത്തിന് ശേഷം. ഘർ കെ അന്തർ ദാനെ കാ ആന വീട്ടിലേക്ക് ധാന്യത്തിന്റെ വരവ്. ആംഗൻ കെ ഊപ്പർ ദുയേൻ കാ ഉട്ന മുറ്റത്തിന് മുകളിൽ പുക ഉയരുക. ഘർ ഭർ കി ആംഖോം കാ ചമക് ഉഡ്ന വീട്ടിലുള്ളവരുടെ കണ്ണുകൾ തിളങ്ങുക. കൗയെ കെ പങ്കോം കാ കുജ്ലാന കാക്കകൾ ചിറക് വിടർത്തി ചൊറിയുക. ബാക്കി പ്രവർത്തനങ്ങൾ അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു.